ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധിക പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് തന്ത്രി. ഡോക്ടർ തന്ത്രിയെ പരിശോധിക്കുന്നു. അബോധാവസ്ഥയിലും തന്ത്രി രാധികയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തേക്ക് വന്ന് ഡോക്ടർ യശോദയോടും സുകുമാരിയോടും പറയുന്നു, ദേവനാരായണന് ഓർമ്മ വന്നിട്ടില്ല. പക്ഷേ അബോധാവസ്ഥയിലും ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേരാണ് ഉരുവിടുന്നത്. ആ കുട്ടി എവിടെയാണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പരസ്പരം നോക്കുകയാണ് യശോദയും സുകുമാരിയും. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ വരുൺ അറിഞ്ഞു കഴിഞ്ഞു. ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ രാധിക ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ. ഈ കാര്യങ്ങൾ മുത്തശ്ശിയോട് വിളിച്ച് പറയുകയാണ് വരുൺ. വളരെ സന്തോഷത്തോടെ മുത്തശ്ശി വരുണിനോട് പറയുന്നു, നീ ഇപ്പോൾ തന്നെ പോവുകയല്ലേ എന്ന്. അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഇനി രാധികയുമായിട്ട് ഞാൻ തിരിച്ചെത്തുകയുള്ളൂ. പക്ഷേ മുത്തശ്ശി, ഒരു കാര്യമുണ്ട്. ഈ ഫിദ മേഡം യൂസ് ചെയ്യുന്ന ഫോണില്ലേ, അത് ഫിദ മേഡത്തിന്റെ പേരിലല്ല, ശ്യാമ മേഡത്തിന്റെ പേരിലാണ്. ഉടൻ തന്നെ വരുൺ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തണം. ശ്യാമയും രാധികയുമായിട്ടുള്ള ബന്ധം അതുകൂടി കണ്ടെത്തിയതിനു ശേഷമായിരിക്കും വരുണിന്റെ തിരിച്ചുവരവ്. കൂടെ രാധികയും കാണും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.